ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒന്ന് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തുണികളൊക്കെ കഴുകിയത് നേരെ കൊണ്ട് കസേരയിലിട്ട് പെട്ടെന്ന് തന്നെ തൂത്തൊക്കെ വാരുവാണ്. ഇന്ന് കാർത്തികയില്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് തന്നെ തൂത്തൊക്കെ വാരിയിട്ട് നേരെ തന്നെ കുളിച്ചൊക്കെ കയറാൻ കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ചേമ്പും ചേനയൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ അങ്ങ് മടിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ആശുപത്രി പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് എന്തായാലും പിറ്റേ ദിവസം പോയി വാങ്ങിക്കാമെന്ന്. പിന്നെ അതും അങ്ങ് വിട്ടുപോയി കേട്ടോ. പിന്നെ ഇന്നലെ കോളിഫ്ലവറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് കോളിഫ്ലവർ എടുത്ത് പൊരിക്കാമെന്ന്. അപ്പോൾ പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ വലിയ സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ തൂത്തിട്ട് അവിടെ കിടന്ന ചവിട്ടിയും കാര്യങ്ങളൊക്കെ കുടഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഒതുക്കിയൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ അകം മൊത്തവും തൂത്തൊക്കെ വാരി ശേഷം ഞാൻ നേരെ പോയി അതിന് തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വന്നിട്ട് പിന്നെ അതിനെ കുളിപ്പിച്ച് എനിക്കും കൂടെ കുളിച്ച് കയറാമല്ലോ. പിന്നെ പെട്ടെന്ന് തന്നെ അകമൊക്കെ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം നേരെ സൈഡിലോട്ട് പോകണം കേട്ടോ. ഇവിടെയൊക്കെ പോച്ചയൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ മഴയൊക്കെ അങ്ങ് തോന്നുന്നുണ്ട്. പിന്നെ വലിയ പോച്ചയും കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് നല്ല പോച്ചയും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടന്ന സമയത്ത് ഞാൻ തന്നെ അവിടുത്തെ മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മഴയൊക്കെ നല്ലോണം തോന്നിയതിന് ശേഷം വീണ്ടും കുറേശ്ശെ വൃത്തിയാക്കി എടുക്കാമെന്ന്. ബാക്ക് സൈഡ് ഫുള്ള് കാട് പിടിച്ച് കിടക്കണം കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് പിന്നെ അതൊന്നും കാര്യങ്ങളൊന്നും വൃത്തിയാക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങുന്ന ആയതുകൊണ്ട് ഞാൻ പിന്നെ വേറൊന്നും നോക്കിയില്ല. കുറേശ്ശെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മഴ പെയ്തതിന് ശേഷം പോച്ചയും കാര്യങ്ങളൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കാടും പടലായിട്ട് കിടന്നിരുന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ തൂത്തൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ അതിനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് കയറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കോളിഫ്ലവർ എടുത്ത് മഞ്ഞപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പകുതി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഗ്യാസൊക്കെ കത്തിച്ച് ഞാൻ ചായ ഇടാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ആദു വന്നിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ. പിന്നെ അതിനെ സ്ലാബിൽ എടുത്തിരുന്നിട്ടായിരുന്നു കേട്ടോ ബാക്കി ജോലി കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ അടുത്ത്. പിന്നെ ആ സൈഡിൽ കൊടുത്ത് തന്നെ ഞാൻ കുറച്ച് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിന് ഞാൻ പാലെടുത്ത് കാച്ചി കൊടുത്തതിന് ശേഷം ഞാനും ചായ എടുത്ത് അതിന് കുറച്ച് കഴിക്കാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതും കൂടെ കുറച്ച് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ടി വി ഒക്കെ ഇട്ട സമയത്ത് അതിന് സോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ സോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പുറത്തെ വീട്ടിലിതാ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും അമ്മയൊക്കെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വന്നുകൊണ്ട് ഉണ്ണിയും ചേട്ടനും കൂടെ പോയിരിക്കുകയായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാത്രി കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ രാവിലത്തേക്ക് വേണ്ടിയിട്ട് കടലയും കാര്യങ്ങളൊക്കെ എടുത്ത് വെള്ളത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റൈസ് കുക്കറിൽ വെള്ളമൊക്കെ തിളപ്പിച്ച് അരിയൊക്കെ കഴുകിയിട്ട് അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതിനും കൊടുത്തു വിടാം, നമുക്ക് ഉച്ചത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അതൊക്കെ റെഡിയാക്കി വെച്ചത്. പിന്നെ ജോലിയൊക്കെ തീർത്തതിന് ശേഷം അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് നമ്മളിതാ തീയലും ചോറും മുട്ടയൊക്കെ പൊരിച്ചത് ആ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെടുന്നതിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.